ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എല്ലാ ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. വലിച്ചു നീട്ടാൻ നമുക്ക് കാര്യത്തിലേക്ക് വരാം. YT സ്റ്റുഡിയോയിലെ എല്ലാ സെറ്റിംഗ്സും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെ ചാനൽ സെറ്റിംഗ്സ് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. അതും സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കേട്ടോ. നമ്മൾക്ക് ചാനൽ സെറ്റിംഗ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രോമിലൂടെ ഡെസ്ക്ടോപ്പ് മോഡ് ഓൺ ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ക്രോമിലൂടെ ഡെസ്ക്ടോപ്പ് മോഡ് ഓൺ ആക്കുന്നതെന്നും ചാനൽ സെറ്റിംഗ്സ് ചെയ്യുന്നതെന്നും ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം. അറിയാത്തവരെ കേട്ടോ പ്രത്യേകിച്ച് പറയാണ്. അപ്പൊ ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയ പറഞ്ഞുതരാം. പലർക്കും ഡൗട്ടാണ്, ഷോർട്സിലൂടെ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ പറ്റുമോ, എങ്ങനെയാണ് മോണിറ്റൈസ്ഡ് ആക്കി എടുക്കുന്നത് എന്നൊക്കെ കേട്ടോ. അപ്പൊ നമുക്ക് ഷോർട്സിലൂടെയും വീഡിയോസിലൂടെയും ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ പറ്റും. ഷോർട്സിലൂടെ ആണെങ്കിൽ ഫുൾ മോണിക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 100 ലക്ഷം വ്യൂസും വേണം. 90 ദിവസത്തിലാണ് പറയുന്നത്. അതേപോലെ വീഡിയോക്കാണെങ്കിൽ ഷോർട്സിന്റെ കാര്യത്തിൽ ഹാഫ് മോണിക്കാണെങ്കിൽ 500 സബ്സ്ക്രൈബേഴ്സും 30 ലക്ഷം വ്യൂസും വേണം 90 ദിവസത്തില്. വീഡിയോന്റെ കാര്യത്തിൽ ഫുൾ മോണിക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും വേണം 1 ഇയറിൽ. വീഡിയോന്റെ കാര്യത്തിൽ ഹാഫ് മോണിക്ക് വന്നിട്ട് 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവേഴ്സും വേണം 1 ഇയറിൽ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ പല പോളിസീസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് വരണം. കുറെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അടിച്ചു പോകും. അതൊക്കെ ചെയ്യാതിരിക്കുക. അതൊക്കെ ഇതിൽ പറയുകയാണെന്ന് വെച്ചാൽ വീഡിയോ നീണ്ടു പോകും കേട്ടോ. അപ്പൊ ഞാൻ ഷോർട്സിലൂടെയും വീഡിയോസിലൂടെയും എങ്ങനെയാണ് മോണിറ്റൈസ്ഡ് ആക്കാം എന്നാണ് പറഞ്ഞത്. എങ്ങനെയെന്ന് ഉദ്ദേശിച്ചത് എത്ര സബ്സ്ക്രൈബേഴ്സും വാച്ചേഴ്സും വേണമെന്നാണ് പറഞ്ഞത്. അത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. അല്ലാതെ വെറുതെ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ വീഡിയോസിന്റെ കാര്യത്തിൽ 1 ഇയറിൽ എന്ന് പറയുമ്പോൾ 1 ഇയർ കഴിഞ്ഞാൽ നമ്മുടെ വാച്ചേഴ്സ് കുറഞ്ഞു വരും കേട്ടോ. നമ്മൾ ഇപ്പോ ജനുവരി 1-ന് 2026 ജനുവരി 1-ന് വീഡിയോ ഇടാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജനുവരി 2027 വരെ നമ്മുടെ വാച്ചേഴ്സ് കറക്റ്റ് ആയിട്ട് ഇരിക്കും. അത് കഴിഞ്ഞാൽ കുറയാൻ തുടങ്ങും. നമ്മുടെ ഫസ്റ്റത്തെ വാച്ചേഴ്സ് കുറയാൻ തുടങ്ങും കേട്ടോ. അപ്പൊ ജനുവരി 26-ന് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, അത് കുറയാൻ തുടങ്ങും. 1 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറഞ്ഞു വരും. നമ്മളിപ്പൊ നിൽക്കുന്ന അവിടെ നിന്ന് ബാക്കിലോട്ട് 1 ഇയർ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിലെ വാച്ചേഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കുക. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ ഒരുപാട് പറഞ്ഞ് വലിച്ചു നീട്ടുന്നൊന്നുമില്ല. അപ്പൊ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പൊ ഞാൻ സ്ക്രീൻ റെക്കോർഡിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് ഞാൻ കുറേ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ ചേർത്ത് പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ കാണുക കേട്ടോ. പിന്നെന്ന് പറയുന്നത്, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ പറയുന്നത് ചിലവര് ലൈക്കും കമന്റും ഒന്നും ചെയ്തിട്ട് പോകില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാലും, അതുകൊണ്ടാണ് കേട്ടോ ഓർമ്മപ്പെടുത്തിയത്. അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യുക കേട്ടോ. ഹൈപ്പ് എന്നത് പുതിയൊരു ഓപ്ഷനാണ്. ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പോയിന്റ് ആണ് ലഭിക്കുക. അപ്പൊ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡേഷൻ നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതലായിട്ട് ലഭിക്കും. അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ, ആദ്യം YT സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് വലതുവശത്തായി ഏറ്റവും ടോപ്പിൽ കാണുന്ന നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് പെൻസിൽ ചിഹ്നം കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മുടെ നെയിമും ഹാൻഡിൽ നെയിമും ഡിസ്ക്രിപ്ഷനും ഒക്കെ കാണാൻ സാധിക്കും. ഏറ്റവും അടിയിലായിട്ട് ഹോം ടാബ് എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോം ടാബ് എന്ന് കാണും. അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് ഫോർ യു എന്ന് കാണും. അതും എനേബിൾ ചെയ്ത് കൊടുക്കുക. ഫോർ യുവിൻ്റെ താഴെ മോർ സെറ്റിങ്സ് എന്ന് കാണും ബ്ലൂ കളറിൽ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സെറ്റിങ്സ് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഫോർ യു സെറ്റിങ്സ് എന്ന് പറഞ്ഞ് കണ്ടില്ലേ, അതിന് താഴെ കണ്ടന്റ് ടൈപ്പ് എന്ന് കാണും. വീഡിയോ, ഷോർട്സ്, ലൈവ് സ്ട്രീം അങ്ങനെ കാണും. അതൊക്കെ എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ എല്ലാതും ഇടുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിലവർ ചിലപ്പോൾ ലൈവ് ചെയ്യുന്നുണ്ടാവില്ല, വേണമെങ്കിൽ കുഴപ്പമില്ല, എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ താഴെയായിട്ട് ഓൾ കണ്ടന്റ് എന്നുണ്ട്, റീസെൻറ്റ് കണ്ടന്റ് ഓൺലി എന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾ കണ്ടന്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓൾ കണ്ടന്റും കാണിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ ഫോർ യുവിൽ. അതാണ് അത് പറയുന്നത്. പിന്നെ ഞാൻ ബാക്കിലോട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് സെറ്റിങ്സ് എന്ന് കണ്ടില്ലേ, പെൻസിൽ ചിഹ്നത്തിൻ്റെ താഴെയായിട്ട് നമുക്ക് സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണും അക്കൗണ്ട്, പുഷ് നോട്ടിഫിക്കേഷൻ എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കമൻറ്റ്സ്, ഓൾ കമൻറ്റ്സ് എന്ന് കൊടുക്കുക കേട്ടോ. ഇമ്പോർട്ടൻറ്റ് കമൻറ്റ്സ് ഒന്നും കൊടുക്കണ്ട, ഓൾ തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാം കാണാൻ പറ്റും. അതിൻ്റെ താഴെയായിട്ട് അനലിറ്റിക്സ് എന്ന് കാണാൻ പറ്റും. അതും എനേബിൾ ചെയ്ത് കൊടുക്കുക.
പിന്നെ അച്ചീവ്മെൻറ്റ്സ് അതും എനേബിൾ ചെയ്ത് കൊടുക്കുക. പോളിസി എല്ലാം എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചാനലിൻ്റെ താഴെ ഓഡിയൻസ് ഉണ്ടാവും, അത് നോ എന്ന് കൊടുക്കുക കേട്ടോ. സെക്കൻഡ് ഓപ്ഷൻ ഓണാക്കി കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് പെർമിഷനും കൺട്രി റെസിഡൻസ് ഒക്കെയാണ്. അതൊക്കെ അതിനനുസരിച്ച് കൊടുക്കുക കേട്ടോ. കൺട്രി നമ്മുടെ ഇന്ത്യ കൊടുക്കുക. പിന്നെ താഴെയായിട്ട് ക്ലിപ്സ് എന്നുണ്ട്. ക്ലിപ്സ് ഞാൻ ജസ്റ്റ് മാറിപ്പോയിട്ടോ, ഇന്ത്യ അല്ലാതെ, അതാണ് വീണ്ടും അടിച്ചത്. അപ്പോൾ ഇന്ത്യ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്ലിപ്സ് അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഹൈപ്പ് അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്താ പറയുക, അങ്ങനെ പെർമിഷൻ നമുക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ചാനലിന് അതിങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ. ബാക്കി എല്ലാം എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ ഓട്ടോമാറ്റിക് ഡബ്ബിങ് അതുണ്ട് ഓപ്ഷനിൽ, അത് വേണമെങ്കിൽ ഓണാക്കി കൊടുക്കാം. ഞാൻ ഓഫാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അത്രയേ ഉള്ളൂ മെയിനായിട്ടുള്ളത്. പിന്നെ എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ടാഗാണ്, അത് എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പിയറൻസ് അത് നമ്മൾക്ക് ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് കൊടുക്കാം, ലൈറ്റ് വേണമെങ്കിൽ ലൈറ്റ് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ വെള്ളയായി കാണുന്നുണ്ട് കേട്ടോ. ലൈറ്റ് കൊടുത്തപ്പോൾ ഡാർക്ക് കൊടുത്തപ്പോൾ ബ്ലാക്കായി കാണുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്തത് നേരെ ഞാൻ ക്രോമിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെസ്ക്ടോപ്പ് മോഡിൽ. ഞാൻ ഗൂഗിൾ സെർച്ചിൻ്റെ അവിടെ ytstudio.youtube.com എന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് കാണുന്ന പ്ലസ് ഇതില്ലേ, അതിൻ്റെ നേരെ നമുക്ക് studio.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചാനൽ കണ്ടന്റ് ആണ് ഓപ്പൺ ആയി വന്നത്, അതിന് മേലെ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആയി വരും. അപ്പോൾ ഫുൾ നമ്മുടെ ഡാഷ്ബോർഡ് കാണാൻ സാധിക്കും കേട്ടോ ഡെസ്ക്ടോപ്പ് മോഡിൽ. അപ്പോൾ ഏറ്റവും താഴെ ഇടതുവശത്തായിട്ട് സെറ്റിങ്സിൻ്റെ ചിഹ്നം കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ജനറൽ, ചാനൽ എന്നൊക്കെ കാണും. ചാനലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബേസിക് ഇൻഫോ എന്ന് ആദ്യം കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് കുറേ കീവേഡ്സ് നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് കൊടുക്കാനുണ്ട്. നമ്മുടെ ചാനൽ എങ്ങനെയുള്ള ചാനലാണോ അതിൻ്റെ കീവേഡ്സ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ ഉദാഹരണത്തിന് പറയുകയാണെന്ന് വെച്ചാൽ യൂട്യൂബ് ടിപ്സ് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ യൂട്യൂബ് ടിപ്സ് ചെയ്യുന്നത് യൂട്യൂബ് ടിപ്സ് എന്ന് കൊടുക്കുന്നുണ്ട്, യൂട്യൂബ് ഗ്രോത്ത് ടിപ്സ് എന്ന് കൊടുക്കുന്നുണ്ട്, അങ്ങനെ പല കീവേഡ്സും കൊടുക്കുന്നുണ്ട്. പിന്നെ കോമഡിയും എൻ്റർടൈൻമെൻറ്റും ഒക്കെ ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ട്, അതും ഞാൻ ഇടുന്നുണ്ട്. കുക്കിംഗ് ഇടാറുണ്ട്, അതൊക്കെ ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ആണ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത്. അത് നമ്മൾ YT സ്റ്റുഡിയോയിൽ പോയിട്ട് ചെയ്ത് തന്നെയാണ് ഏകദേശം ഉള്ളത്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. തേർഡ് വൺ ആയിട്ട് ഫ്യൂച്ചർ എലിജിബിലിറ്റി ആണ്. അത് നമ്മൾ എല്ലാതും എനേബിൾ ചെയ്ത് കൊടുക്കുക. അതിൽ തന്നെയാണ് ഫോൺ വെരിഫൈഡ് വരുന്നത്. അതേപോലെ 15 മിനിറ്റിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കണം. പിന്നെ ലൈവ് ചെയ്യുന്നെങ്കിൽ ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുക്കണം. അതൊക്കെ അപ്പോൾ ഇതൊക്കെ ഫ്യൂച്ചർ എലിജിബിലിറ്റി എന്ന സെറ്റിങ്സിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് ഒന്ന് കറക്റ്റാക്കി ചെയ്ത് വെക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇതിലെ സെറ്റിങ്സ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സെറ്റിങ്സുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനിയും ചെറിയ ചെറിയ സെറ്റിങ്സുകളൊക്കെ ഉണ്ട്, അത് നമ്മൾ ഓരോ വീഡിയോയിലായിട്ടും പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.